ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്യുക്കം നോട്ട്സ്. നമ്മൾ ഇന്ന് ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ചാപ്റ്റർ 2 തെർമോഡൈനാമിക്സ് ഓഫ് ഇറവേഴ്സിബിൾ പ്രോസസ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം? വാട്ട് ഈസ് ഇറവേഴ്സിബിൾ പ്രോസസ്സ്? ഇറവേഴ്സിബിൾ പ്രോസസ്സ് ഈസ് one in which the driving force at any stage is much greater than the opposing forces, so that it cannot be reversed by an increase in the opposing force. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഡ്രൈവിംഗ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഫോഴ്സിനേക്കാളും കൂടുതലായിരിക്കും ഏതൊരു സ്റ്റേജിലും. അന്നപ്പോൾ ഈ ഓപ്പോസിറ്റ് ഫോഴ്സ് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ പ്രോസസ്സ് റിവേഴ്സ് പ്രോസസ്സായിട്ട് ആക്ട് ചെയ്യത്തില്ല. അത്തരം പ്രോസസ്സിനാണ് നമ്മൾ ഇറവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുക. രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്, ഇൻ സച്ച് എ പ്രോസസ് ദ സിസ്റ്റം ഈസ് നോട്ട് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദ സറൗണ്ടിങ്സ് അറ്റ് എനി സ്റ്റേജ് അണ്ടിൽ ദ ഫൈനൽ സ്റ്റേജ് ഈസ് റീച്ച്ഡ്. ഈ പോയിൻറ്റ്സ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രോസസ്സിൽ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നവരെ ഒരിക്കലും ഇതിലെ സിസ്റ്റം ഇക്വിലിബ്രിയം കാണിക്കത്തില്ല. അത്തരം പ്രോസസ്സാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫ്ലോ ഓഫ് ഹീറ്റ്, ഫ്ലോ ഓഫ് മാറ്റർ, ഫ്ലോ ഓഫ് കറണ്ട്, അതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫെനോമെനോളജിക്കൽ റിലേഷനാണ്. ഫെനോമെനോളജിക്കൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രാൻസ്പോർട്ട് പ്രോസസ്സാണ്. ട്രാൻസ്പോർട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാറ്ററിൻ്റെ ഫ്ലോവും ഹീറ്റിൻ്റെ ഫ്ലോവും ഒക്കെ നടക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ ട്രാൻസ്പോർട്ട് പ്രോസസ്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഹീറ്റ് എന്ന് വേണ്ടെടുത്ത് കറണ്ട് എന്നാണ് കൊടുത്തത്. സംഭവം ഇവിടെ ഹീറ്റ് എന്നാണ്, ഇറ്റ്സ് എ ഫ്ലോ ഓഫ് ഹീറ്റ് എന്നാണ് കൊടുത്തത്. അങ്ങനെ വായിക്കുക. ഓക്കെ, ഫ്ലോ ഓഫ് ഹീറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈസ് ഡ്യൂ ടു ദ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. ഗ്രേഡിയൻറ്റ് മീൻസ് ഡിഫറൻസ്. ടെമ്പറേച്ചർ നമ്മൾ കൂട്ടി കൊടുക്കുകയോ കുറച്ച് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇവിടെ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത്, ഒരു സിസ്റ്റത്തിൽ കൂടെ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത്. പിന്നെ ഫ്ലോ ഓഫ് മാറ്റർ പറയാം എക്സാമ്പിളായിട്ട്. ഫ്ലോ ഓഫ് മാറ്റർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ആണ്. അത് നമുക്ക് ഈസ് ഡ്യൂ ടു ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് എന്ന് പറയാം. കോൺസെൻട്രേഷൻ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ മാറ്ററിൻ്റെ ഫ്ലോ നടക്കും. ഇവിടുത്തെ ഫിനോമെനോളജിക്കൽ റിലേഷനിൽ നമ്മളൊരു സംഭവം കൺസിഡർ ചെയ്യുകയാണ്. നമ്മളിവിടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് എക്സ് എന്ന് പറഞ്ഞൊരു സിമ്പൽ കൊടുക്കുക. അതിനെ നമ്മൾ ഫോഴ്സ് എന്ന് വിളിക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് പ്രോസസ്സിനെ നമ്മൾ ജെ എന്ന് കൊടുക്കും. അതിനെ ഡിനോട്ട് ചെയ്യുക ഫ്ലക്സ് എന്നാണ്. അന്നപ്പോൾ ഈ ഫിനോമെനോളജിക്കൽ റിലേഷൻ പ്രകാരം ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ആണ്. അന്നപ്പോൾ ഫ്ലക്സിനെ നമ്മൾ ജെ എന്നാണ് കൺസിഡർ ചെയ്തത്, ഫോഴ്സിനെ നമ്മൾ എക്സ് എന്നാണ് കൺസിഡർ ചെയ്തത്. അന്നപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ജെ പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് പറയാം. അന്നപ്പോൾ ഈ പ്രൊപ്പോർഷണൽ എന്നുള്ള ഈക്വൽ ടു എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ നമ്മൾ ഫിനോമെനോളജിക്കൽ റിലേഷൻ നമ്മൾ ജെ ഈസ് ഈക്വൽ ടു എൽ എക്സ് എന്ന് പറയാം. ഇവിടെ എൽ എന്ന് പറയുന്നത് എന്താ? ഒരു പുതിയ ടേമാണ്. ഇറ്റ്സ് എ ഫിനോമെനോളജിക്കൽ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഫിനോമെനോളജിക്കൽ കോഎഫിഷ്യൻ്റ് എന്ന് പറയാം. ഓക്കെ, അന്നപ്പോൾ ഈ ഫിനോമെനോളജിക്കൽ റിലേഷനെ നമുക്ക് മൊത്തമായിട്ട് എങ്ങനെ പറയാം? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്ലക്സ് ആൻഡ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ 3 ലോസ് ഒബേ ചെയ്യുന്നുണ്ട്. മീൻസ് ഈ ഫിനോമെനോളജിക്കൽ റിലേഷന് 3 ലോസ് ഒബേ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഫ്യൂരിയസ് ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ, രണ്ടാമത്തത് ഫിക്സ് ലോ ഓഫ് ഐസോതെർമൽ ഡിഫ്യൂഷൻ, ദെൻ തേർഡ് വൺ
ഓംസ് ലോ. ഇതിൽ ഫസ്റ്റ് വൺ ഫ്യൂരിയസ് ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ. ഫ്യൂരിയസ് എന്താ പറയുന്നത്? ഇറ്റ് സേസ് ദാറ്റ് ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇവിടെ ഹീറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആർക്ക്? ടെമ്പറേച്ചർ ഡിഫറൻസിന്. വേണമെങ്കിൽ നമുക്ക് കെമിസ്ട്രി ലെവലിൽ സംസാരിക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കാം. അന്നപ്പോൾ അതിൽ ഇക്വേഷനാണ് എന്ത്? ജെ ക്യു ഈസ് ഈക്വൽ ടു മൈനസ് കെ ഡി ടി ബൈ ഡി എക്സ്. ജെ ക്യു എന്ന് പറയുന്നത് ഇവിടെ ഹീറ്റിനെ കാണിക്കുന്നതാണ്, മീൻസ് ഫ്ലോ ഓഫ് ഹീറ്റിനെ കാണിക്കുന്നതാണ് ജെ ക്യു എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് ഫിക്സ് ലോ ഓഫ് ഐസോതെർമൽ ഡിഫ്യൂഷൻ. ഇറ്റ് സേസ് ദാറ്റ് ഫ്ലക്സ് ഓഫ് മാറ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഡിഫറൻസ്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലോ എന്നുള്ള അർത്ഥമാണ്. അന്നപ്പോൾ ഇവിടെ മാറ്റർ ഫ്ലോ ചെയ്യുന്നത് എന്ത്? അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആർക്ക്? കോൺസെൻട്രേഷൻ ഡിഫറൻസിന്. അന്നപ്പോൾ നമ്മൾ അതിനെ ഫ്ലോ ഓഫ് മാറ്ററിനെ നമ്മൾ എന്ത് വിളിക്കാം? ജെ എം എന്ന് വിളിക്കാം. ജെ എം ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഡി സി ബൈ ഡി എക്സ്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഓംസ് ലോ ആണ്. ഓംസ് ലോ നമ്മൾ ഓൾറെഡി മൈനർ ക്ലാസ്സിലൊക്കെ പഠിച്ചിങ്ങനെ വരുന്ന സംഭവമാണ്. ഇറ്റ് സേസ് ദാറ്റ് ഇലക്ട്രിക് കറണ്ട് നമ്മൾ ഐ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. ഡിനോട്ട് ഈസ് എ വി. അന്നപ്പോൾ ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ജെ ഇ ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ ഡി ഇ ബൈ ഡി എക്സ് എന്ന് പറയാം. ഓക്കെ. അന്നപ്പോൾ ഈ 3 ലോസ് ആണ് ഫിനോമെനോളജിക്കൽ റിലേഷനിൽ ഒബേ ചെയ്യുന്ന ഇതെന്ന് പറയുന്നത്. പിന്നെ ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓൺസാഗർ റെസിപ്രോക്കൽ റിലേഷൻ. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ കൺസിഡർ 2 or more ട്രാൻസ്പോർട്ട് പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ സിസ്റ്റം അറ്റ് എ ടൈം. ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ 2 അതിലധികമോ ട്രാൻസ്പോർട്ട് പ്രോസസ്സുകൾ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചോ. അന്നപ്പോഴുള്ള റിലേഷൻസ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ് എന്ത്? ഓൺസാഗർ റെസിപ്രോക്കൽ റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാം എന്ത്? ഫസ്റ്റ് നമ്മൾ ഫ്ലോ ഓഫ് ഹീറ്റായിട്ട് J1നെ കൺസിഡർ ചെയ്തു. അതിൻ്റെ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ആണ് എന്ത്? X1 എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ പ്രോസസ്സായിട്ട് നമ്മൾ എന്തെടുക്കുന്നു? ഫ്ലോ ഓഫ് മാറ്റർ. അത് J2 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ അതിൻ്റെ പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് X2 ആണ്. അന്നപ്പോൾ നമ്മളെ ഫിനോമെനോളജിക്കൽ റിലേഷൻ വെച്ചിട്ട് എന്ത് നമുക്ക് എങ്ങനെ വിളിക്കാം? J പ്രൊപ്പോർഷണൽ ടു എക്സ് അല്ലേ? അന്നപ്പോൾ ഒന്നാമത്തെ പ്രോസസ്സായിട്ട് എടുത്തതിനെ നമ്മൾ J1 പ്രൊപ്പോർഷണൽ ടു X1 എന്ന് പറയാം. പിന്നെ രണ്ടാമത്തെ പ്രോസസ്സായിട്ട് മാറ്ററിൻ്റെ എടുത്തു, അതിനെ നമ്മൾ J2 പ്രൊപ്പോർഷണൽ ടു X2 എന്ന് പറയാം. അന്നപ്പോൾ താഴെ എഴുതിയിട്ടുണ്ട് അക്കോർഡിംഗ് ടു ഓൺസാഗർ ഇഫ് 2 പ്രോസസ് ആർ ടേക്കിംഗ് പ്ലേസ് സൈമിൾട്ടേനിയസ്ലി ഇൻ എ ഫിനോമെനോളജിക്കൽ റിലേഷൻ വിൽ ബി റൈറ്റൻ ആസ് എന്ത്? നമ്മൾ 2 പ്രോസസ്സ് എടുത്തു, അതിനെ നമ്മൾ ഫിനോമെനോളജിക്കൽ റിലേഷൻ പ്രകാരം ഓൺസാഗർ റിലേഷനിൽ എങ്ങനെ എഴുതാം? J1 ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? LX ആയിരുന്നു ഫിനോമെനോളജിക്കൽ റിലേഷൻ. അന്നപ്പോൾ നമ്മൾ ഓൺസാഗറിൽ നമുക്ക് എങ്ങനെ 2 പ്രോസസ്സ് ഉണ്ട്. ഫിനോമെനോളജിക്കൽ റിലേഷനിൽ നമ്മൾ ഒരു പ്രോസസ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. പക്ഷേ ഓൺസാഗർ റെസിപ്രോക്കൽ റിലേഷനിൽ നമ്മൾ 2 പ്രോസസ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അന്നപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്രോസസ്സായിട്ട് എന്ത് പറയാം? J1 ഈസ് ഈക്വൽ ടു L11 X1 പ്ലസ് L12 X2 എന്ന് പറയാം. ദെൻ J2 ഈസ് ഈക്വൽ ടു L21 X1 പ്ലസ് L22 X2. ഇവിടെ
L11 എന്ന് പറഞ്ഞാൽ എന്താ? L11 എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി കോഎഫിഷ്യൻ്റ് ആണ്. ദെൻ L22 എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ഇത് രണ്ടെണ്ണത്തിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. മീൻസ് പോസിറ്റീവ് ആയിട്ടായിരിക്കും നമ്മൾ വാല്യൂ എടുക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ L12 ആൻഡ് L21 രണ്ടും സെയിം തന്നെയാണ്. 12 ആൻഡ് 21. അതിന് രണ്ടെണ്ണത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രോസ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവോ അല്ലെങ്കിൽ പോസിറ്റീവോ ആയിരിക്കും. നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് ഇതെടുക്കാം. പിന്നെയെന്ന് പറയുന്നത് നമ്മളൊരു ജനറൽ റിയാക്ഷൻ ജനറൽ റിലേഷൻ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ പുട്ട് I = 1. നമ്മൾ ഐയും കെ എന്ന് പറയുന്നൊരു ഇതെടുത്തു. അതിന് ഐക്ക് നമ്മൾ 1 എന്ന് കൊടുത്തു, കെക്ക് നമ്മൾ 2 എന്ന് കൊടുത്തു. അന്നപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ ഓൺസാഗർ റെസിപ്രോക്കൽ റിലേഷൻ മീൻസ് ഓൺസാഗർ അല്ല ഫിനോമിനോളജിക്കൽ റിലേഷൻ പ്രകാരം എന്ത് നമുക്ക് എങ്ങനെ എഴുതാം? 1-ന് ഐയും 2-ന് കെയും അല്ലേ കൊടുക്കുന്നത്. അന്നപ്പോൾ J1 എന്നല്ലേ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. അന്നപ്പോൾ JI = LIIXI + LIKXK എന്ന് പറയാം. രണ്ടാമത്തേനോ J2 എന്നുള്ള രീതിയിലല്ലേ നമ്മൾ പറഞ്ഞത്. അതിനെ നമ്മൾ 2-ന് K ആണ് കൊടുക്കുന്നത്. അപ്പോൾ JK = LKIXI + LKKXK എന്ന് കൊടുക്കാം. ഇതാണ് എന്ത്? ഇതിനെയാണ് നമ്മൾ ലീനിയർ ഫിനോമിനോളജിക്കൽ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ പോയിൻ്റ് ആയിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ ദ കോഎഫിഷ്യൻസ് LII ഈസ് പ്രൈമറി ഫിനോമിനോളജിക്കൽ കോഎഫിഷ്യൻറ്റ്. LIK ആൻഡ് LKI are called the Onsager phenomenological coefficients. The I denotes the flux, K denotes the driving force. ഇവിടെ നമ്മൾ ലീനിയർ ഫിനോമിനോളജിക്കൽ റിലേഷൻ പറഞ്ഞു. അത് പ്രകാരം LII എന്ന് പറയുന്നതിന് നമ്മൾ ആ കോഎഫിഷ്യൻ്റ് നമ്മൾ പ്രൈമറി ഫിനോമിനോളജിക്കൽ കോഎഫിഷ്യൻ്റ് എന്നാണ് വിളിക്കുന്നത്. ദെൻ LIK ആൻഡ് LKI രണ്ടും സെയിം ആണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് ഓൺസാഗർ ഫിനോമിനോളജിക്കൽ കോഎഫിഷ്യൻസ് എന്നാണ്. ഇതിൽ I ഡിനോട്ട് ചെയ്യുന്നത് ഫ്ലക്സിനും K ഡിനോട്ട് ചെയ്യുന്നത് ഡ്രൈവിംഗ് ഫോഴ്സിനുമാണ്. അന്നപ്പോൾ അക്കോർഡിംഗ് ടു ഓൺസാഗർ റിലേഷൻ ഓൺസാഗർ തിയററ്റിക്കലി പറഞ്ഞ സംഭവം എന്താ? LIK = LKI. അന്നപ്പോൾ ഈ റിലേഷനെയാണ് എന്ത് പറയുന്നത്? ഓൺസാഗർ റെസിപ്രോക്കൽ റിലേഷൻ എന്ന് പറയുന്നത്. അന്നപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മനസ്സിലായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദെൻ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ 2 കാര്യമേ പറയുന്നുള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത ടോപ്പിക്സ് ആയിട്ടുള്ള എൻട്രോപ്പി, പ്രൊഡക്ഷൻ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ പറയുന്നതാണ്. ഇപ്പോൾ ഇത് ഇവിടുന്ന് അവസാനിക്കുകയാണ്. അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.